CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനെ കുറിച്ചുള്ള ഒരു ചെറിയ സൂചനയും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള സച്ചിൻ സുരേഷിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ കുറിച്ചുമുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിനെ കുറിച്ചാണ്. ഈ ഒരു സീസൺ എടുത്ത് നോക്കിയാലും കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിയാലും ആദ്യമൊക്കെ സച്ചിൻ സുരേഷിനെ എല്ലാവരും പ്രശംസിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സീസൺ അവസാനമാകുമ്പോഴേക്കും ഒരുപാട് ആരാധകർ സച്ചിൻ സുരേഷിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും ഈ ഒരു സീസണിൽ നമുക്ക് അത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ സച്ചിൻ സുരേഷിനെ കുറിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ നിന്നും സച്ചിൻ സുരേഷ് വിട പറയുവാൻ പോകുന്നു എന്നാണ് നമുക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം. ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രകാരമാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷ് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിടുന്നതാണ്. താരം മറ്റു ടീമുകളുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ISLയിലെ തന്നെ വമ്പന്മാർ തന്നെയാണ് സച്ചിൻ സുരേഷിനെ നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നുള്ള ഒരു മാധ്യമം എക്സാഞ്ചലിലൂടെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി തന്നെ സച്ചിൻ സുരേഷ് ടീമിൽ നിന്നും വിട പറയുമെന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇനി അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു അഴിച്ചുപണിയാണ് ടീമിൽ നടത്താൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവണം സച്ചിൻ സുരേഷിനെ പോലുള്ള ഗോൾ കീപ്പറെ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പുറത്തേക്ക് തള്ളാനുള്ള കാരണം എന്നുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഇറ്റാലിയൻ പരിശീലകനെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോട് കൂടി ഒരു ബംഗാളി മാധ്യമ പ്രവർത്തകൻ പുറത്തേക്ക് വിട്ട റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ആന്റോണിയോ ലോപ്പസ് ഹബാസ് ISLയിലേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്നാണ്. എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായിക്കൊണ്ടാവില്ല അദ്ദേഹം ISLയിലേക്ക് തിരിച്ചെത്തുക. എല്ലാം ശരിയായി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലക സ്ഥാനം ചുമതല ഏറ്റുകൊണ്ടായിരിക്കും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരിക എന്നാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അധികൃതരെല്ലാവരും തന്നെ അഥവാ മാനേജ്മെന്റ് എല്ലാം തന്നെ ഹബാസിന്റെ അടുത്തു ചെല്ലുകയും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡീൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് വീണ്ടും ISLയിലേക്ക് തിരികെ വരാൻ താല്പര്യമുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഹബാസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായി വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രചോദനമാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു സ്റ്റോറി എന്നുള്ളത് ഒരു അപ്ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒരു പിക്ചർ ആയിരുന്നു. പക്ഷേ അദ്ദേഹം അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പിക്കായിരുന്നു അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു സ്റ്റോറിയും കണ്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും വളരെയധികം കൺഫ്യൂഷനിലാണ്. കാരണം ഹബാസ് ആവുമോ അല്ലെങ്കിൽ ഇറ്റാലിയൻ പരിശീലകനാവുമോ അല്ലെങ്കിൽ നമ്മുടെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് ആയിരിക്കുമോ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാവുക എന്നുള്ളത്. ഏതായാലും ഇതിനെ തുടർന്നുകൊണ്ടുള്ള ഒരു ഔദ്യോഗികമായ റിപ്പോർട്ടും ഇതുവരെയായിട്ടും പുറത്തേക്ക് വരാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ 3 പേരും ബ്ലാസ്റ്റേഴ്സിലേക്ക് അഥവാ ഈ 3 പരിശീലകന്മാരും മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുക എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്നത് തന്നെയാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഉറുഗൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയെ കുറിച്ച് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ നല്ല മികച്ച പെർഫോമൻസ് ആയിരുന്നു ISLയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ലൂണ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സീസണിൽ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് അദ്ദേഹത്തിന് നല്ല രീതിയിലൊന്നും ഫോം ആവാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്നുള്ളത് അദ്ദേഹം പരിക്ക് കൊണ്ട് കുറേ കാലം പുറത്തായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു സീസണിൽ ഇതുവരെയായിട്ടും ISLയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ലൂണക്ക് ഫോമിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും ഇതിനെ തുടർന്നുകൊണ്ട് അസ്വസ്ഥരായിരുന്നു. ഏതായാലും നിലവിൽ ഗോളിന്റെ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും അഡ്രിയാൻ ലൂണ ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി വിടുമെന്നാണ്. അതോടൊപ്പം തന്നെ ലൂണ മറ്റ് ടീമുകളുമായി ചർച്ച തുടങ്ങിയെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ഈ ഒരു സീസണിലാണെങ്കിലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നല്ല
രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മറ്റേതെങ്കിലും ടീമിലേക്ക് പോവുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വിജയം എന്നുള്ളത്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.